ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. IT വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആമസോൺ കിൻഡിൽ പോലെയുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? ആമസോൺ കിൻഡിൽ റീഡ് ചെയ്യുന്ന സമയത്ത് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇങ്ക് എന്നതാണ് കേട്ടോ. കടലാസിൽ അച്ചടിച്ച മഷിയുടെ അതേ രൂപം പകർത്തുന്ന ഒരു ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയാണ് ഇങ്ക് എന്ന് പറയുന്നത്. ഡിസ്പ്ലേ പോലെ തന്നെ ഉണ്ടാവും, അത് കടലാസിൽ അച്ചടിച്ച മഷിയുടെ പോലെ തന്നെ ഉണ്ടാവും. അതിനാണ് ഇങ്ക് എന്ന് പറയുന്നത്. ഇനി പാനൽ എന്താണ്? പാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്സ് മൗണ്ട് ചെയ്യുന്നതിനും അതുപോലെ അല്ലെങ്കിൽ ഡിജിറ്റൽ അല്ലെങ്കിൽ സ്ക്രീൻ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു അലൂമിനിയം കോമ്പോസിറ്റ് പാനലാണ് പാനൽ എന്ന് പറയുന്നത്. ഗ്രാഫിക്സ് മൗണ്ട് ചെയ്യുന്നതിനും ഡിജിറ്റൽ അല്ലെങ്കിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള അനുയോജ്യമായ അലൂമിനിയം കോമ്പോസിറ്റ് പാനലാണ് പാനൽ എന്ന് പറയുന്നത്. ഇത് ഈ ഫ്ലാറ്റ് ഷീറ്റ് ആപ്ലിക്കേഷനുകൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പാനൽ എന്തിനാ ഉപയോഗിക്കുന്നത്? ഫ്ലാറ്റ് ഷീറ്റ് ആപ്ലിക്കേഷനുകൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് പാനൽ എന്നത്. അടുത്തത് ബുക്ക് റീഡറാണ്. ബുക്ക് റീഡർ എന്താണ്? പുസ്തകങ്ങൾ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. പുസ്തകങ്ങൾ, പത്രങ്ങൾ, മാഗസിനുകൾ പോലെയുള്ളവരുടെ ഡിജിറ്റൽ പതിപ്പുകൾ വായിക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ബുക്ക് റീഡർ എന്നത്. ബുക്ക് റീഡർ പുസ്തകങ്ങളുടെ പകർപ്പുകൾ, അതിൻ്റെ ഡിജിറ്റൽ പകർപ്പുകൾ, പുസ്തക രൂപത്തിലുള്ള മാസികകൾ, പത്രങ്ങൾ, പുസ്തകങ്ങൾ ഇവയുടെയൊക്കെ ഡിജിറ്റൽ പകർപ്പുകൾ വായിക്കുന്നതിനായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണമാണ് ബുക്ക് റീഡർ. ഓക്കെ ആണല്ലോ. അടുത്തത് ബോർഡ്. എന്താണ് ബോർഡ്? ഏകദേശം ആ പേരുമായി ബന്ധപ്പെട്ടതാണ്. HTC അല്ലെങ്കിൽ ഐഫോൺ, ഐപാഡ്, ഐപോഡ് ടച്ച് അല്ലെങ്കിൽ അതുപോലത്തെയുള്ള ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സ് പോലെയുള്ള ടച്ച് സ്ക്രീൻ ബോർഡ് എന്നുള്ള പേരുണ്ടല്ലേ, അതുപോലെ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള മൊബൈൽ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വിർച്വൽ കീബോർഡാണ് ബോർഡ് എന്ന് അറിയപ്പെടുന്നത്. വിർച്വൽ കീബോർഡുകളാണ് ബോർഡുകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ക് നമ്മൾ കണ്ടു. കടലാസിൽ അച്ചടിച്ച മഷിയുടെ അതേ രൂപം പകർത്തുന്ന ഡിസ്പ്ലേ ആണ് ഇങ്ക്. ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയാണ് ഇങ്ക് എന്നത്. അപ്പോൾ നമ്മൾ ആൻസർ കണ്ടു. ഇങ്കാണ് ഇവിടുത്തെ ആൻസർ. അടുത്തത് ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനം അല്ല. ഇത് PSCയുടെ ആൻസർ പ്രകാരം പ്രൊസസ്സർ മാനേജ്മെന്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനം അല്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രൊസസ്സർ മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനുകളിൽ ഒന്നാണ് കേട്ടോ. PSCയുടെ ആൻസർ B ആയിരുന്നു. പക്ഷേ ഈ പ്രൊസസ്സർ മാനേജ്മെന്റ് എന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനുകളിൽ ഒന്നാണ്. അപ്പോൾ PSC എന്ന ആൻസർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ കാര്യം എന്താണെന്നുള്ളതും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓപ്ഷൻസ് നോക്കാം. മെമ്മറി മാനേജ്മെന്റ്. എന്താണ് മെമ്മറി മാനേജ്മെന്റ്? പേര് തന്നെയാണ്, പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. പ്രാഥമിക മെമ്മറിയെ കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഭാഗമാണ് മെമ്മറി മാനേജ്മെന്റ്. പ്രാഥമിക മെമ്മറിയെ കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഭാഗത്തെയാണ് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകും? ഇവിടെ തന്നിട്ടുള്ളതിൽ ഏത് ഉപകരണത്തിനാണ് വാനിലേക്ക് ലാനിനെ ചേർക്കാൻ കഴിയുന്നത്? ഗേറ്റ്വേ ആണ് കേട്ടോ. ഗേറ്റ്വേ. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇതിനെ വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ശൃംഖലയിൽ നിന്ന് മറ്റൊരു ശൃംഖലയിലേക്കുള്ള പ്രവേശന കവാടം ഗേറ്റ്വേ ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഗേറ്റ്വേ ആണ് വാനിലേക്ക് ലാനിനെ കൂട്ടിച്ചേർക്കാനായിട്ട് സഹായിക്കുന്ന ഉപകരണം. ഓക്കെ. അപ്പോൾ ഹബ്ബ് എന്താണ്? ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും മറ്റു ഉപകരണങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ് എന്നത്. ഈ ഹബ്ബിൽ നിന്നാണ് അവ യോജിപ്പിക്കപ്പെടുന്നത്. ഓക്കെ. വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും മറ്റു ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. ഓക്കെ. ഇനി ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ വേറെ ആണെന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ.
ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. ഓക്കെ, ഇനി ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരുപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളുള്ളതുമായ രണ്ട് ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റൂട്ടർ. അപ്പോൾ ഗേറ്റ്വേയും റൂട്ടറും തമ്മിൽ മാറിപ്പോവരുത്. റൂട്ടർ എന്താണ്? ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരുപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളുള്ളതുമായ രണ്ട് ശൃംഖലകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്, അതുകൊണ്ടാണ് വ്യത്യാസം വരരുതെന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം. എങ്ങനെയാണ്? റൂട്ടർ ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരുപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളുള്ളതുമായ രണ്ട് ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് റൂട്ടറാണ്. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഗേറ്റ്വേ എന്നത്. ഗേറ്റ്വേയും റൂട്ടറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അടുത്തത്, സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റു ഡോക്യുമെന്റുകളിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് എന്നാണ് കേട്ടോ. ഹൈപ്പർ ടെക്സ്റ്റ്. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റു ഡോക്യുമെന്റുകളിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നു. അതായത് ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ടെക്സ്റ്റുകളിലേക്ക് ലിങ്കുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് റെഫറൻസിങ് ടൂളാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ക്രോസ് റെഫറൻസിങ് ടൂളാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഈ ഹൈപ്പർ ടെക്സ്റ്റിന്റെ വിപുലീകരണപ്പെട്ട ഒരു രൂപമാണ് ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നത് കേട്ടോ. ഹൈപ്പർ ടെക്സ്റ്റിന്റെ വിപുലീകരണ രൂപമാണ് ഹൈപ്പർ മീഡിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് ഹോം പേജ്? ഹോം പേജ് എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റിന്റെ ഡീഫോൾട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് പേജാണ് ഹോം പേജ്. നമ്മൾ പറയില്ലേ, നമ്മുടെ ഹോം പേജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഡീഫോൾട്ട് പേജാണ് അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് പേജാണ് ഹോം പേജ് എന്ന് പറയുന്നത്. HTML നമ്മൾ കുറേ അബ്രിവിയേഷൻസ് പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടാവും. HTML എന്താ? വെബ് പേജുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയാണ് HTML എന്ന് പറയുന്നത്. ഫുൾ ഫോം എന്തായിരുന്നു? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് കേട്ടോ. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML എന്നത്. HTML എന്തിനാണ് ഉപയോഗിക്കുന്നത്? വെബ് പേജുകൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷയാണ് HTML എന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML വികസിപ്പിച്ച വ്യക്തി ആരാന്നറിയാമോ? ടിം ബെർണേഴ്സ്ലി ആണ് കേട്ടോ. ടിം ബെർണേഴ്സ്ലി തന്നെയാണ് HTML വികസിപ്പിച്ചിട്ടുള്ളത്. ഇദ്ദേഹം വികസിപ്പിച്ച മറ്റൊരു സാങ്കേതിക വിദ്യ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതെന്താന്നുള്ളത് എല്ലാവർക്കും ഫെമിലിയർ ആണ്, അതുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിനും ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഫിഷിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫിഷിംഗ്. അതായത് ഓൺലൈനിലൂടെ നടക്കുന്ന ഒരുതരം വ്യക്തിവിവര മോഷണമാണ് ഫിഷിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓൺലൈനിലൂടെ നടക്കുന്ന വ്യക്തിവിവര മോഷണം അറിയപ്പെടുന്ന പേരെന്താണ്? ഫിഷിംഗ് എന്നാണ്. ഇത്തരം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വെബ് പേജ് നിർമ്മാണം അറിയപ്പെടുന്ന പേര് സ്പൂഫിംഗ് എന്നാണ് കേട്ടോ. തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ് പേജ് നിർമ്മാണം അറിയപ്പെടുന്ന പേര് സ്പൂഫിംഗ് എന്നാണ്. സ്പൂഫിംഗ് എന്നാണ്. ഓക്കെ, ഇനി ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള അദ്ദേഹത്തിൻ്റെ പേര്, ക്രെഡിറ്റ് കാർഡ്, ആധാർ കാർഡ് നമ്പർ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ സമ്മതം കൂടാതെ മറ്റൊരാൾ തട്ടിപ്പ് നടത്തുന്നതിനും അതുപോലെ കുറ്റകൃത്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ സ്വകാര്യ വിവരണങ്ങളുടെ മോഷണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതിനുള്ള പേര്, ക്രെഡിറ്റ് കാർഡ്, ആധാർ കാർഡ് നമ്പർ പോലെയുള്ളവയുടെ, അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മറ്റൊരാൾ നമ്മുടെ സമ്മതം കൂടാതെ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റ് തട്ടിപ്പുകൾ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഓൺലൈനിലൂടെ നടത്തുന്ന വ്യക്തി വിവര മോഷണമാണ് ഫിഷിംഗ്. അത്തരത്തിലുള്ള വെബ് പേജ് നിർമ്മാണം അറിയപ്പെടുന്നത് സ്പൂഫിംഗ് എന്നാണ്.
അപ്പോൾ മൂന്നും തമ്മിൽ മാറിപ്പോവാതെ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഇനി റാൻസം വെയർ ആണ്. റാൻസം വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈബർ കുറ്റവാളികൾ ഉപയോഗിക്കുന്ന ഒരു തരം മാൽവെയർ സോഫ്റ്റ്വെയർ ആണ് റാൻസം വെയർ. വാനാക്രൈ എന്ന റാൻസം വെയർ ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ റാൻസം വെയർ എന്നാൽ എന്താണ്? ഒരു തരം മാൽവെയർ സോഫ്റ്റ്വെയറുകളാണ് റാൻസം വെയർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? കുറച്ച് എളുപ്പമാണ്, പക്ഷെ ഇത് ഡിഗ്രി ലെവൽ ചോദ്യമാണ്, അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്കാനർ ആണ് കേട്ടോ. സ്കാനർ ആണ് ഇൻപുട്ട് ഉപകരണം. കമ്പ്യൂട്ടറിന് ഡാറ്റയും മറ്റു നിർദ്ദേശങ്ങളും നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണം. നമുക്കിതൊക്കെ സിമ്പിളാന്ന് തോന്നും, പക്ഷെ കൺഫ്യൂഷൻ വരാതെ ശരിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു മാർക്കാണ്, വിലപ്പെട്ടതാണ്. കമ്പ്യൂട്ടറിന് ഡാറ്റയും നിർദ്ദേശങ്ങളും നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണം. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളാണ് സ്കാനർ, മൗസ്, കീബോർഡ്, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പാൻ, ഇതൊക്കെ കേട്ടോ. സ്കാനർ, മൗസ്, കീബോർഡ്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്ക് തുടങ്ങിയവയ്ക്കാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണം. ഈ സ്കാനർ ഉണ്ടല്ലോ, സ്കാനറിൽ സ്കാൻ ചെയ്യപ്പെടുന്ന ചിത്രത്തിൻ്റെ റെസല്യൂഷൻ രേഖപ്പെടുത്തുന്ന ഒരു മെഷർമെൻ്റ് അല്ലെങ്കിൽ അളവുകോലുണ്ട്. അതാണ് DPI എന്ന് പറയുന്നത് കേട്ടോ. DPI, ഡോട്ട്സ് പെർ ഇഞ്ച്. DPI എന്ന് പറയുന്നത് സ്കാനറിൻ്റെ റെസല്യൂഷൻ അളക്കുന്ന ഒരു അളവുകോലാണ് കേട്ടോ. ചിത്രത്തിന്റെ റെസല്യൂഷൻ രേഖപ്പെടുത്തുന്ന ഒരു അളവുകോലാണ് ഡോട്ട്സ് പെർ ഇഞ്ച് അല്ലെങ്കിൽ DPI. ഈ DPI കൂടുന്തോറും, DPIയുടെ വാല്യൂ ഹൈ ആവും തോറും റെസല്യൂഷനും ബെറ്റർ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. DPI കൂടുന്തോറും റെസല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഡോട്ട്സ് പെർ ഇഞ്ച് എന്നത് ഓർത്തിരിക്കുക. സ്കാൻ ചെയ്യപ്പെടുന്ന ചിത്രത്തിന്റെ റെസല്യൂഷൻ രേഖപ്പെടുത്തുന്ന അളവുകോലാണ് ഡോട്ട്സ് പെർ ഇഞ്ച് അല്ലെങ്കിൽ DPI എന്നത്. ഇനി പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ നമ്മൾ കണ്ടു, ഇൻപുട്ട് എന്താണ് എന്നും കണ്ടു. അതുപോലെ ഔട്ട്പുട്ടാണ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടവ ഇവിടെ ഓപ്ഷനിൽ തന്നെ തന്നിട്ടുണ്ട്. പ്രിന്റർ, മോണിറ്റർ, സ്പീക്കർ എന്നിവ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് കേട്ടോ. ഇതിൽ ഈ ഒരു ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിനെ ഹാർഡ് കോപ്പി ആയിട്ടോ സോഫ്റ്റ് കോപ്പി ആയിട്ടോ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇതിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ടുകൾ നിർമ്മിക്കുന്ന സാധാരണ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് പ്രിന്ററുകളും അതുപോലെ തന്നെ പ്ലോട്ടറുകളും. കേട്ടിട്ടുണ്ടാവുമല്ലോ, പ്രിന്ററുകളും അതുപോലെ പ്ലോട്ടറുകളും ഹാർഡ് കോപ്പി ഔട്ട്പുട്ടുകൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സാധാരണ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. അപ്പോൾ പ്ലോട്ടർ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ എന്താ ചെയ്യുന്നത്? ഗ്രാഫുകളും ഡിസൈനുകളും ഹാർഡ് കോപ്പി ആയിട്ട് നിർമ്മിക്കുന്നതിനായിട്ടാണ് പ്ലോട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്രാഫുകളും അതുപോലെ ഡിസൈനുകളും ഒക്കെ ഹാർഡ് കോപ്പി ആയിട്ട് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്ലോട്ടർ എന്നത്. പ്രിന്റർ എന്താണ്? കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രിന്റർ. കുറച്ചുകൂടെ സിമ്പിളാണ്, ഇത് കുറച്ചുകൂടെ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. വലിയ ഫോർമാറ്റിലുള്ള ഗ്രാഫുകൾ, നിർമ്മാണത്തിനുള്ള മാപ്പുകൾ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ്, വലിയ പോസ്റ്ററുകൾ എന്നിവയൊക്കെ പ്രിന്റ് ചെയ്യുന്നതിനായിട്ടാണ് പ്ലോട്ടർ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിന്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രിന്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാക്കി നമുക്കറിയാം, മോണിറ്റർ നമുക്കറിയാവുന്നതാണ്, സ്പീക്കറും അറിയാം. ഓക്കെ, അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നത്? ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? വേർഡ് പ്രൊസസ്സർ ആണ് കേട്ടോ. വേർഡ് പ്രൊസസ്സർ ഇവിടെ തന്നിട്ടുള്ളതിൽ വേർഡ് പ്രൊസസ്സർ ആണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ പൊതുവെ 2 തരത്തിലാണുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. 2 തരത്തിലാണ് സോഫ്റ്റ്വെയർ ഉള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും 2 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഇതിൽ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിലുള്ളത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട്, നിയന്ത്രിക്കുന്നതിനായിട്ട്, കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഉദാഹരണം നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റമുകളാണ് ഇവിടെ തന്നിട്ടുള്ള വിൻഡോസ്, ലിനക്സ്, യൂണിക്സ് എന്നിവയൊക്കെ കേട്ടോ. യൂണിക്സ്, വിൻഡോസ്, ലിനക്സ് ഇവയൊക്കെ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇതൊക്കെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് കേട്ടോ.
ഓക്കെ, അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സോഫ്റ്റ്വെയർ 2 തരത്തിലാണുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ കണ്ടല്ലോ. അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നത്. ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഉദാഹരണം എന്താ പറയുക? ടാലി കേട്ടിട്ടുണ്ടല്ലോ. ടാലി, ജിംബ്, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം, ഇതെല്ലാം തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ടാലി, ജിംബ്, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം, ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ്. വിൻഡോസ്, ലിനക്സ്, യൂണിക്സ്, അതുപോലെ മാക്ക്, ഉബണ്ടു, ഇതെല്ലാം തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്തത്, ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ് വാൻ എന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നതാണ് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഒരു 100 കിലോമീറ്റർ വൃത്തപരിധിക്കും അപ്പുറത്ത് പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്ന തരത്തിലുള്ള വലിയ ഒരു ശൃംഖലയാണ് കേട്ടോ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. 100 കിലോമീറ്റർ വൃത്തപരിധി എന്ന് പറയുമ്പോൾ ആലോചിച്ചൊക്കെ എത്രത്തോളം വൈഡാണ്. അപ്പോൾ അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ എന്നത് കേട്ടോ. അപ്പം ലാനും പാനും എന്താണ്? പാൻ എന്നാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് കേട്ടോ. അതായത് ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങൾ, അതായത് കമ്പ്യൂട്ടർ, മൊബൈൽ, ടാബ്ലറ്റ്, പ്രിന്റർ, ഇതിന് ചുറ്റുമുള്ള ഒരു ശൃംഖലയാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്നത്. ലാൻ എന്താ? നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്നതാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു സ്ഥാപന പരിധിക്കുള്ളിലോ ബന്ധിപ്പിച്ചിരിക്കുന്ന വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖലയാണ് ലാൻ എന്നത്. ഓക്കെ ആണോ? ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു സ്ഥാപനത്തിനുള്ളിൽ, ഇപ്പോൾ ഒരു സ്കൂളിലും റൂമിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ലാൻ ഉപയോഗിക്കുന്നത്. പാൻ എന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു നമ്മുടെ ചുറ്റുള്ള കമ്പ്യൂട്ടറോ മൊബൈൽ, ടാബ്ലറ്റ്, പ്രിന്റർ തുടങ്ങിയവയുടെ ചുറ്റിലുമാണ് പാൻ ഉപയോഗിക്കുന്നത്. വാൻ എന്നത് വൈഡ് ഏരിയ ആണ്. 100 കിലോമീറ്ററോളം വൃത്തപരിധിക്കുള്ളിൽ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ് വാൻ എന്ന് പറയുന്നത്. ഇനിയുള്ളത് ബസ് നെറ്റ്വർക്ക് ആണ്. നമ്മൾ ടോപ്പോളജി പഠിച്ചിട്ടില്ലേ? ഭൗതികമായിട്ട് കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ശൃംഖലയുടെ ഒരു രൂപീകരണത്തെയാണ് നമ്മൾ ബേസിക്കലി ടോപ്പോളജി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ കണക്ഷൻസ് ആണ് ടോപ്പോളജി. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പോളജികളിൽ ഒന്നാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൽ ബസ് ടോപ്പോളജിയാണ് ഈ ഒരു 4ാമത്തെ ഓപ്ഷനിൽ കിടക്കുന്നത്. എന്താണ് ബസ് ടോപ്പോളജി? അതായത് ഒരു പ്രധാനപ്പെട്ട കേബിളാണ് ഈ ബസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കേബിളായ ബസ്സിലേക്ക് എല്ലാ കമ്പ്യൂട്ടറുകളെയും ബന്ധിപ്പിക്കുന്ന രീതിയാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അതായത് ഈ കണക്ഷൻ മൊത്തം ഈ ബസ് അല്ലെങ്കിൽ ഈ കേബിൾ ആയിരിക്കും കേട്ടോ. അതാണ്. അപ്പോൾ ബസ്സിന്റെ അഗ്രഭാഗത്ത് ഒരു ചെറിയ ഉപകരണമായിട്ടുള്ള ടെർമിനേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അഗ്രഭാഗത്ത് ഒരു ടെർമിനേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഒരു നോഡിന്റെ തകരാറ് ഈ ശൃംഖലയെ ബാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു നോഡ് എന്നാൽ കമ്പ്യൂട്ടറാണ്. ഈ ഒരു നോഡ് കേട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവയെ അതൊന്നും ബാധിക്കുന്നില്ല കേട്ടോ. പക്ഷെ ഈ ബസ്സിന്റെയോ ടെർമിനേറ്ററിന്റെയോ തകരാറ് ശൃംഖലയെ മൊത്തമായിട്ട് ബാധിക്കും. ഈ ഒരു ബസ്സിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ ഈ ഒരു ടെർമിനേറ്ററിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ മൊത്തത്തിലുള്ള സിസ്റ്റത്തിനും തകരാറ് സംഭവിക്കും. അപ്പോൾ അതാണ് ബസ് ടോപ്പോളജി അല്ലെങ്കിൽ ബസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളത് വെബ് പേജ് കാണുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ബ്രൗസറാണ്. ബ്രൗസ് ചെയ്തല്ലേ നമ്മൾ വെബ് പേജ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ വെബ് പേജ് കാണാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ എന്ന് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ബ്രൗസറുകൾ, അതായത് വെബ് പേജുകൾ ദൃശ്യമാക്കി തരുന്ന വിധത്തിലുള്ള ബ്രൗസറുകൾക്ക് രൂപം നൽകിയത് ആരാണ്? ടിം ബെർണേഴ്സ്ലി ആണ്. ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ ഞാൻ ആ പറഞ്ഞ ചോദ്യത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്റർനെറ്റിലൂടെ ലഭ്യമാകുന്ന ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നൽകുന്ന സേവനമാണ് വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WWW എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്തത് HTML ആണ്. വെബ് പേജുകൾ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് HTML ആണ് കേട്ടോ. HTML നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എന്താണ് HTMLന്റെ ഫുൾ ഫോം? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള മാർക്കപ്പ് ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് HTML ആണ്. HTML എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. സ്പ്രെഡ്ഷീറ്റ് എന്താണ്? സ്പ്രെഡ്ഷീറ്റ് കണക്കു കൂട്ടലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പട്ടികയുടെ രൂപത്തിലൊക്കെ വരികളും നിരകളുമായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഇലക്ട്രോണിക് ഡോക്യുമെന്റ്. പൊതുവെ ഇത് കണക്കു കൂട്ടലുകൾക്കും മറ്റുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സ്കൂൾ ടൈമിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ് സ്പ്രെഡ്ഷീറ്റ് എന്നത്. ഓക്കെ, ഇനി ഇമെയിലും വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇന്റർനെറ്റിലെ കമ്പ്യൂട്ടറുകൾക്കിടയിൽ ഡിജിറ്റൽ സന്ദേശങ്ങൾ കൈമാറുന്നതിനാണ് ഇമെയിൽ ഉപയോഗിക്കുന്നത്. ഇമെയിൽ അല്ലെങ്കിൽ എന്താണ്? ഇമെയിലിന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് മെയിൽ ആണ്. ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ ആണ്. ഇന്റർനെറ്റിലെ കമ്പ്യൂട്ടറുകൾക്കിടയിൽ ഡിജിറ്റൽ സന്ദേശങ്ങൾ കൈമാറുന്നതിന് ഇമെയിൽ ഉപയോഗിക്കുന്നു. നമുക്കറിയാലോ, ലോകത്തുള്ള ഏതൊരു വ്യക്തിയുമായിട്ടും സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശങ്ങൾ കൈമാറാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഇമെയിൽ വഴി അത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നു. അപ്പൊ നമ്മൾ കണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. ഇമെയിൽ കണ്ടു, ബ്രൗസർ, HTML, അതുപോലെ സ്പ്രെഡ്ഷീറ്റും കണ്ടു. ഓക്കെ, അടുത്തത് IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? IT ആക്ട് നിലവിൽ വന്നത് 2000-ലാണ് കേട്ടോ. 2000 ജൂൺ 9 ഈ ഒരു നിയമം പാസ്സാക്കുന്നത്. IT ആക്ട് 2000 ജൂൺ 9 പാസ്സാക്കുന്നു. ഒക്ടോബർ 17 നിലവിൽ വരുന്നു. 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വരുന്നു. ഒക്ടോബർ 17 കേട്ടോ. 17 ഒക്ടോബർ 17 നിലവിൽ വന്നു. 2000 ജൂൺ 9 നിലവിൽ പാസ്സാക്കുകയും ഒക്ടോബർ 17 നിലവിൽ വരികയും ചെയ്തു. 2000 ജൂൺ 9 പാസ്സാക്കുകയും IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാസ്സാക്കിയത് 2000 ജൂൺ 9 IT ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17 കേട്ടോ. 2000 ഒക്ടോബർ 17 ഈ IT ആക്ട് പിന്നീട് ഭേദഗതി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരാറുള്ളത് വകുപ്പുകളാണ്. വകുപ്പുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് റോമിലേക്ക് പവർ ചെല്ലുകയും അവിടെ നിന്ന് റോമിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബയോസ് എന്ന് പറയുന്നത്. ബയോസിലൂടെ ടെസ്റ്റുകൾ നടത്തപ്പെടുകയും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാണ് ബേസിക്കലി ചെയ്യുന്നത്. അതിൽ കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ തന്നെ ആദ്യം നടക്കുന്ന പ്രോഗ്രാമാണ് പോസ്റ്റ് എന്നത്. പോസ്റ്റ് എന്നത്, ഈ പോസ്റ്റ് എന്താണെന്നറിയാമോ? പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നതാണ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ആണ് പോസ്റ്റ്. കമ്പ്യൂട്ടർ സ്വയം എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ബൂട്ടിംഗ് നടക്കുന്നത്. അതായത് OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റാമിലേക്ക് ലോഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ബൂട്ടിംഗ് ടൈമിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റാമിലേക്ക് ലോഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ റാമിലേക്ക് ലോഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് സ്റ്റാർട്ട് ആയത് റോമിൽ നിന്നാണ്. ബൂട്ടപ്പ് മെമ്മറി എന്നറിയപ്പെടുന്നത് റോമാണ്. റീഡ് ഓൺലി മെമ്മറി, ബൂട്ടപ്പ് പ്രോഗ്രാം എന്ന് അറിയപ്പെടുന്നത് റോമാണ്. ഇതൊരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്, അതായത് സ്ഥിരം മെമ്മറിയാണ്. റോമിലാണ് ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യുന്നത്. ബൂട്ടപ്പ് മെമ്മറി എന്നും അറിയപ്പെടുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്, നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറിയിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരം പ്രോഗ്രാമാണ് ബൂട്ടപ്പ് പ്രോഗ്രാം അടങ്ങിയിരിക്കുന്നതാണ് ബയോസ് എന്ന് പറയുന്നത്. റോമിൽ അടങ്ങിയിരിക്കുന്ന ബൂട്ടപ്പ് പ്രോഗ്രാമാണ് ബയോസ് എന്ന് അറിയപ്പെടുന്നത്. ബയോസ് എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. റാം എന്നത് റാൻഡം ആക്സസ് മെമ്മറി എന്നത് എന്താണ്? വോളറ്റൈൽ മെമ്മറിയാണ് കേട്ടോ. താൽക്കാലികമായിട്ടുള്ള മെമ്മറിയാണ്. വർക്ക് ഏരിയ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതും റാം ആണ് കേട്ടോ. വർക്കിംഗ് മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വർക്ക് ഏരിയ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം ആണ്. റാം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക മെമ്മറിയാണ് കേട്ടോ. ഇനി ക്യാഷ് മെമ്മറി എന്താണ്? പ്രോസസ്സറിന്റെയും റാമിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. പ്രോസസ്സർ അല്ലെങ്കിൽ CPU, CPUവിന്റെയും
റാമിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് അറിയപ്പെടുന്നത്. ഇത് പ്രൊസസ്സർ പതിവായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ താൽക്കാലികമായിട്ട് സേവ് ചെയ്യുന്നതാണ് ക്യാഷ് മെമ്മറി. പ്രൊസസ്സർ പതിവായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ താൽക്കാലികമായി സേവ് ചെയ്യുന്നതാണ് ക്യാഷ് മെമ്മറി. റീഡ് ഓൺലി മെമ്മറി ആണെങ്കിലും റാൻഡം മെമ്മറി ആണെങ്കിലും ക്യാഷ് മെമ്മറി ആണെങ്കിലും പ്രൈമറി മെമ്മറീസ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ട പ്രൈമറി മെമ്മറീസ് ആണ് റാം, റോം, ക്യാഷ് മെമ്മറി. റാം, റോം, ക്യാഷ് മെമ്മറി എന്നിവ പ്രധാനപ്പെട്ട പ്രൈമറി മെമ്മറികളാണ്. ഇവിടെ തന്നിരിക്കുന്ന 4ാമത്തെ ഓപ്ഷനാണ് സെക്കൻഡറി മെമ്മറി എന്നത്. സെക്കൻഡറി മെമ്മറി എന്നാൽ എന്താണ്? എക്സ്റ്റേണൽ മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. എക്സ്റ്റേണൽ മെമ്മറി എന്നും അറിയപ്പെടുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് പ്രൊസസ്സറുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതും അതുപോലെ തന്നെ കറണ്ട് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് സേവ് ചെയ്യുന്നതുമായിട്ടുള്ള മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് റാം, റോം, ക്യാഷ് എന്നത്. ഓക്കെ, അടുത്തത് ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരി വരിയായിട്ട് പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ഭാഷയിലേക്ക് ലൈൻ ബൈ ലൈൻ വരി വരിയായിട്ട് പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഇന്റർപ്രെറ്റർ എന്നത്. ഇന്റർപ്രെറ്റർ. വിവിധ തരത്തിലുള്ള ലാംഗ്വേജ് പ്രോസസ്സറുകൾ ഉണ്ട്. അതിലൊന്നാണ് കമ്പൈലർ, അസംബ്ലർ, ഇന്റർപ്രെറ്റർ എന്നിവയൊക്കെ. അതിൽ ലൈൻ ബൈ ലൈൻ കമ്പൈലേഷൻ അല്ലെങ്കിൽ വരി വരിയായിട്ടുള്ള പരിവർത്തനം ചെയ്യുന്നത് ഇന്റർപ്രെറ്റർ ആണ് കേട്ടോ. ഇന്റർപ്രെറ്റർ ആണ്. വരി വരിയായിട്ടുള്ള കമ്പൈലർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇന്റർപ്രെറ്റർ ആണ്. അതിൽ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ഇന്റർപ്രെറ്റർ വരി വരിയായിട്ട് കമ്പൈൽ ചെയ്യുന്നു. കമ്പൈലർ എന്നാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്നതാണ് കേട്ടോ. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ഒന്നായിട്ട് പരിവർത്തനം ചെയ്യുന്നതാണ് കമ്പൈലർ എന്നത്. കമ്പൈലർ ഉപയോഗിച്ചുള്ള തർജ്ജമയെ കമ്പൈലേഷൻ എന്നാണ് കേട്ടോ പറയുന്നത്. കമ്പൈലർ ഉപയോഗിച്ചുള്ള തർജ്ജമയെ കമ്പൈലേഷൻ എന്ന് പറയുന്നു. അസംബ്ലർ എന്താണ്? അസംബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യുന്നു. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യുന്ന അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യുന്നതാണ് അസംബ്ലർ എന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ഒന്നായിട്ട് കമ്പൈൽ ചെയ്യുന്ന അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യുന്നതിനാണ് കമ്പൈലർ എന്ന് പറയുന്നത്. വരി വരിയായിട്ട് പരിവർത്തനം ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് വരി വരിയായിട്ട് മാറ്റുന്നതാണ് ഇന്റർപ്രെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഇത്തരത്തിൽ സൈബർ ക്രൈം കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന 4 നമ്പറാണ് 1930 എന്നത്. 1930 ആണ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ടുള്ള 4 നമ്പർ 1930 ആണ് കേട്ടോ. 1098 നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് കേട്ടോ. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. 1091 വിമൻ ഹെൽപ്പ് ലൈൻ നമ്പർ ആട്ടോ. കേരളത്തിലുള്ള വിമൻ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1091 വിമൻ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. 1930 സൈബർ ക്രൈം ആണ്. അപ്പോൾ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098 ആണ്. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. വിമൻ ഹെൽപ്പ് ലൈൻ നമ്പർ 1091 ആണ്. സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1930. ഇനി ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 ആണ് കേട്ടോ. 1056 ആണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. 1056 ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. പിങ്ക് പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? പിങ്ക് പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1515 ആണ് കേട്ടോ. 1515 ആണ്. പിങ്ക് പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1515. പിങ്ക് പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1515ഉം ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 ആണ്. സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ഹെൽപ്പ് ലൈൻ നമ്പർ 1930 ആണ്. വിമൻ ഹെൽപ്പ് ലൈൻ നമ്പർ 1091 ആണ്. ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ക്ലിയർ ആയിട്ട് മനസ്സിലായി.
ഐക്യാൻ എന്താണ് സൂചിപ്പിക്കുന്നത്? ഐക്യാൻ എന്നത് ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് ആണ്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് ആണ് ഐക്യാൻ എന്നത്. അതായത് IP അഡ്രസ്സ് കൈകാര്യം ചെയ്യുന്നതിനും ഡൊമൈൻ നിർദ്ദേശിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഐക്യാൻ. ഇന്റർനെറ്റിന്റെ വിലാസങ്ങളാണല്ലോ IP അഡ്രസ്സ്. അപ്പോൾ IP അഡ്രസ്സുകൾ അതിൻ്റെ തന്നെ ശരിയായിട്ടുള്ള IP അഡ്രസ്സിലേക്കാണ് എത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നവയാണ് ഐക്യാൻ എന്നത്. ഈ ഡൊമൈൻ നാമകരണ സംവിധാനം അല്ലെങ്കിൽ DNS, ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം കേട്ടിട്ടുണ്ടോ? ഡൊമൈൻ നെയിം സിസ്റ്റം DNS എന്നത് ഈ സമിതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് കേട്ടോ. ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ DNS ഈ ഒരു സമിതിയുടെ ഐക്യാൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്, ഐക്യാൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലായല്ലോ. IP അഡ്രസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഡൊമൈൻ നിർദ്ദേശിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? ഐക്യാൻ ആണ്. ഐക്യാൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പരീക്ഷ ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക, റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.